ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് അടിപൊളി ഒരു മാംഗോ ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താഴെ കാണുന്ന ബെല്ലൈക്കണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നമുക്കിനി മാംഗോ ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് നമ്മൾ 2 പഴുത്ത മാങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മളത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. ഈ 1 കപ്പ് പാല് നമ്മൾ ഇതുപോലൊരു പാത്രത്തിനകത്തോട്ട് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമുക്ക് തിക്കായിട്ട് കിട്ടണം, കുറച്ച് തിക്കായിട്ട് കിട്ടണം. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മാങ്ങയൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. നമ്മൾ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ പാൽ ഏകദേശം തിളച്ച് വറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. നമുക്കൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മൾ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്ക് ആ തിളച്ചിരിക്കുന്ന പാലിലോട്ട് ഈ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് വിസ്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മാങ്ങയിലൂടെ നമുക്ക് ഈ പാലും കൂടെ മിക്സിയിലോട്ടൊന്ന് അടിച്ചെടുക്കാം. മാങ്ങയ്ക്കകത്തോട്ട് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നല്ല തിക്കായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ തണുത്തതിന് ശേഷം നമുക്ക് ദാണ്ട് ഇതുപോലൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഐസ്ക്രീം കഴിച്ചിട്ട് നേരത്തെ കഴിച്ച് ബോക്സ് കാലിയായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബോക്സിൽ ടിഫിൻ ബോക്സിനകത്തോ എങ്ങനെയായാലും മതി. നന്നായിട്ട് എയർ കയറാതെ നന്നായിട്ട് അടച്ച് ഫ്രീസറിൽ തന്നെ വെക്കണം. നല്ല തണുപ്പ് കൂട്ടിയിട്ട് ഫ്രീസറിൽ തന്നെ വെക്കണം. എന്നാലും നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടും. നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടച്ചു വെക്കണം. നമ്മളിപ്പോൾ അടപ്പ് വെച്ചിട്ട് നമുക്കിത് അടച്ചു വെക്കാം. നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോൾ എടുക്കാം. അല്ലെങ്കിൽ രാത്രിയിലൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ എടുത്താലും മതി. അങ്ങനെ നമ്മുടെ മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് പാലും മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങയും കുറച്ച് പഞ്ചസാരയും മാത്രം മതി. നമ്മളിതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും പുതിയ വീഡിയോസുമായി കാണും വരെ താങ്ക് യു.